കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ട്രൂ വയർലെസ് ഇയർഫോൺ വാങ്ങണമെന്നത്. വളരെ സിമ്പിളായ, അധികം ബൾക്കി അല്ലാത്ത, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഒരു ഇയർഫോൺ വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആപ്പിൾ എയർപോഡ്സ്, ഗാലക്സി ബഡ്, ജേബർഡ് റൺ, ജാബ്ര LX65, ബോസ് സൗണ്ട് സ്പോട്ട് ഫ്രീ, അങ്ങനെ കുറേയേറെ ബ്രാൻഡ്സിൻ്റെ ഡിവൈസസ് ഞാൻ റിവ്യൂ ചെയ്തു. അങ്ങനെയാണ് അവസാനം ഞാൻ ആപ്പിളിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എയർപോഡ്സ് ചൂസ് ചെയ്തത്. ഒരു ആൻഡ്രോയിഡ് യൂസറായി ഞാൻ എന്തുകൊണ്ടാണ് എയർപോഡ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും പലരുടെയും സംശയം. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം എയർപോഡ്സിനെ അൺബോക്സ് ചെയ്ത് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ ഇതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എയർപോഡ്സിൻ്റെ ബോക്സ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എയർപോഡ്സിൻ്റെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. എയർപോഡ്സിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 12,900 രൂപയാണ്. എന്തായാലും നമുക്ക് ഈ പ്രൊട്ടക്റ്റീവ് കവർ കട്ട് ചെയ്ത് ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് വാറണ്ടി കാർഡും അതുപോലെ തന്നെ യൂസർ മാനുവലുമാണ്. പിന്നെ കാണാൻ കഴിയുന്നത് ആപ്പിൾ ഇയർപോഡ്സ് തന്നെയാണ്. ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവർ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് വേറെ എന്തൊക്കെയാണ് ആക്സസറീസ് ബോക്സിനകത്തുള്ളത് എന്ന് നോക്കാം. ചാർജിങ്ങിനായിട്ട് ഒരു USB to ലൈറ്റ്നിങ് കേബിളും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെച്ച് എയർപോഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് എയർപോഡ്സിൻ്റെ ചാർജിങ് കേസ്. വളരെ കോമ്പാക്റ്റും ലൈറ്റ് വെയ്റ്റുമാണ് ഈ എയർപോഡ്സ് എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കും. ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത് എയർപോഡ്സിന് 5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പും അതുകൂടാതെ 24 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ചാർജിങ് കേസിലും ലഭിക്കുന്നു എന്നതാണ്. എൻ്റെ 1 വീക്ക് യൂസേജിൽ നിന്നും ഏകദേശം ഈ വാല്യൂസിൻ്റെ അടുത്ത് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എയർപോഡ്സിനെ എങ്ങനെയാണ് ഐഫോണിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിലും പെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഐഫോണിൽ പെയറിംഗ് വളരെ ഈസിയാണ്. ജസ്റ്റ് ഈ ലെഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള W1 ചിപ്പാണ്. അതുകൊണ്ട് തന്നെ പെയറിംഗ് വളരെ ഈസിയും ഫാസ്റ്റുമാണ്. ഇനി ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് എയർപോഡ്സിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുക. ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കേസിൻ്റെ പുറകിൽ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ വൈറ്റ് ലൈറ്റ് ആകും. സോ പെയറിംഗ് നടക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകും. പെയറിംഗ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഇത് യൂസ് ചെയ്യാം. എൻ്റെ പ്രൈമറി ഫോൺ ഗാലക്സി നോട്ട് 9 ആണ്. അതിൽ എയർപോഡ്സ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ചാണ്. സ്പെഷ്യലി കോൾ ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റിയാണ് എയർപോഡ്സിൽ നിന്നും ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്റേണൽ മൈക്രോഫോണും നല്ല രീതിയിൽ വോയിസ് റിസീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ മറ്റ് ഹെഡ്ഫോൺസിനെ അപേക്ഷിച്ച് എയർപോഡ്സ് ചൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം. പിന്നെ ആസ് യൂഷ്വൽ സോങ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. ഞാൻ ഈ ഓഡിയോ ക്വാളിറ്റി റേറ്റ് ചെയ്യുകയാണെങ്കിൽ 8 out of 10 ആയിരിക്കും നൽകുക. എയർപോഡ്സ് കൺട്രോൾ ചെയ്യുന്നത് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗസ്റ്റർ സെറ്റപ്പാണ് എയർപോഡ്സിനുള്ളത്. ബ്ലൂടൂത്തിൽ പോയി എയർപോഡ്സിൻ്റെ അടുത്തുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. 2 സൈഡിലും നമുക്ക് ഗസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രാക്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ടാപ്പ് ചെയ്യുമ്പോൾ സിറിയുമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം. വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഫീച്ചറാണ് ഓട്ടോമാറ്റിക് ഇയർ ഡിറ്റക്ഷൻ. നമ്മൾ സോങ് കേൾക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു സൈഡിലെ ഇയർപോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സോങ് പോസ് ആകും. അതുപോലെ തന്നെ തിരിച്ച് ചെവിയിൽ വെക്കുമ്പോൾ ആ സോങ് വീണ്ടും പ്ലേ ആവും. വളരെ ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറാണിത്. വളരെ സിമ്പിളും കോമ്പാക്റ്റുമായിട്ടുള്ള അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റിയുമുള്ള ഒരു വയർലെസ് ഇയർഫോണാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അതുപോലെ തന്നെ പ്രൈസ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ എയർപോഡ്സ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ സജഷൻസോ അല്ലെങ്കിൽ ടെക് റിലേറ്റഡായിട്ടുള്ള എന്ത് സംശയമാണെങ്കിലും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.